ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസും ബ്രോസ്റ്റുമാണ്. അപ്പോൾ അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് കേട്ടോ. അതിനാവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മുളകും പൊടി, തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ചിക്കൻ. പിന്നെ നമ്മൾ ഈ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ കുത്തുക കേട്ടോ. ഇവിടെ ടൂത്ത് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഈർക്കിൽ വെച്ചാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തത്. അത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് നല്ല മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ് ലാസ്റ്റത്താണത്, അപ്പോൾ ഒക്കെ ചെയ്ത് വെച്ചതാട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലേറ്റ് എടുക്കാം. അതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇടാം. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഇടട്ടോ. ഉപ്പും ഇടാം. നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. നമ്മൾ എത്ര ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മളെ ആവശ്യം അനുസരിച്ച് നമ്മൾ പൊടികളൊക്കെ ഇടാം. പിന്നെ അത് നല്ല മിക്സ് ചെയ്യണം കേട്ടോ. മിക്സിയിലാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ളത് ഉണ്ടാവില്ലേ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കറിവേപ്പില ചെറിയ പീസാക്കി കഷ്ണം മുറിച്ചിട്ടതാട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിക്കാം. തൈരും ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. എന്നിട്ട് നല്ല മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്ത് നല്ല കുഴമ്പ് പരുവത്തിലാകുന്നവരെ നല്ല മിക്സ് ചെയ്തെടുക്കണം. നല്ല മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ കുറവുള്ളതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഇട്ടെടുക്കാം. പിന്നെ അതിലേക്ക് ആ ചിക്കൻ ഒക്കെ ഇട്ട് നല്ല നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ല കുഴച്ച് കൊടുക്കണം കേട്ടോ. കുഴച്ച് എല്ലാ സ്ഥലത്തും മസാല പിടിപ്പിക്കണം. ഒരു സ്ഥലത്തും മസാല പിടിപ്പിക്കാതിരിക്കരുത്. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു അടപ്പുള്ള പാത്രത്തിലേക്ക് ഇട്ട് അടച്ച് വെക്കണം. എന്തിനാന്ന് വെച്ചാൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ ഫ്രീസറിൽ 5 മിനിറ്റ് വെച്ചാൽ മതി. ഫ്രീസറിലാണെങ്കിൽ താഴെയൊക്കെയാണെങ്കിൽ മാക്സിമം ഒരു 15 മിനിറ്റ് വേണമെങ്കിലും വെക്കാൻ നോക്കാം. അതേമാതിരി ഇനി ഫ്രഞ്ച് ഫ്രൈസിനുള്ള ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞിരിക്കാം. ഒന്ന് ഞാൻ ഓൾറെഡി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു കട്ടിംഗ് ബോർഡും കത്തി, പ്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നടു മുറിച്ച് കട്ട് ചെയ്ത് നല്ല ചെറിയ പീസാക്കി ഫ്രഞ്ച് ഫ്രൈസ് പോലെ ആക്കിയെടുക്കണം. ഞാനൊരു പീസിൽ തന്നെ 3 എണ്ണം ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ടിയില്ലാതെ വേണത് ചെയ്തെടുക്കാൻ. നല്ല തിക്ക് കുറഞ്ഞ രീതിയിൽ എടുക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ഇത്. നമുക്ക് ബാക്കിയെല്ലാം അതുപോലെ ആക്കിയെടുക്കാം. ലാസ്റ്റത്തെ ആട്ടത് അതും കൂടെ അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. ഇനി നമുക്കിത് കഴുകിയെടുത്തതിൻ്റെ ശേഷം ഒരു കോട്ടൻ്റെ തുണിയിൽ ഇട്ടിട്ട് നല്ല വെള്ളം ഒപ്പിയെടുക്കണം. ഇതിന് വെള്ളം ഒട്ടും പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ല ഒന്ന് വെള്ളം ഒപ്പിയെടുക്കുന്നതാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ല വെള്ളം, ഒട്ടും വെള്ളം പാടില്ല, തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നനവില്ലാത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് നല്ല കുഴച്ച് എല്ലാ സ്ഥലത്തും ഉപ്പാക്കണം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും നല്ല ആക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചില ഭാഗത്തൊന്നും മഞ്ഞൾപ്പൊടി ഇല്ലാണ്ട് കിടക്കും. അതുകൊണ്ട് നല്ല മിക്സ് ചെയ്യണം. ഇനി നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്ത് നോക്കാം. എണ്ണ ചൂടായെന്ന് പറയാൻ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വറുത്ത് കോരിയെടുക്കാം. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിലിടരുത്, ഹൈ ഇടാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല കുക്ക് ചെയ്തെടുക്കാം. ഒരു ട്രിപ്പ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഇട്ടിട്ട് ഫുൾ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിനുള്ള സാധനങ്ങൾ ബ്രോസ്റ്റിനുള്ളതൊക്കെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലൊന്ന് കുറച്ചൊക്കെ ഒന്ന് മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നാലും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആവുള്ളൂ. അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ച് നമ്മളെ പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് അരിപ്പൊടി ആട്ടോ വേണ്ടത്. നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ച എണ്ണയിൽ തന്നെ കേട്ടോ ഞാൻ പൊരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് അരിപ്പൊടി വേണം. ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് അരിപ്പൊടി ഇടാം. ഇത് നമുക്ക് ബ്രോസ്റ്റ് പൊരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് നമ്മൾ ഇത് നല്ല പരത്തി കൊടുക്കണം. ബ്രോസ്റ്റിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അത് എന്നിട്ട് ആദ്യം അരിപ്പൊടിയിൽ മുക്കിയതിന് ശേഷം ഈ മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. പിന്നെ അരിപ്പൊടി തന്നെ കോട്ട് ചെയ്തൊന്നെടുത്ത് നല്ല കോട്ട് ചെയ്യണം കേട്ടോ, എല്ലാ ഭാഗത്തേക്കും അരിപ്പൊടി ആവുന്ന വിധം. എന്നാലേ നമ്മളെ റോസ്റ്റിൻ്റെ മുകളിൽ ഉണ്ടാവുന്നത് പോലത്തെ ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടും. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ പീസും നമുക്ക് അതുപോലെ ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാതും നേരത്തെ അതേ പ്രൊസീജിയറിനെ റിപ്പീറ്റ് ചെയ്ത് പോരാ കേട്ടോ. അപ്പോൾ നമുക്കത് പിന്നെ നമ്മൾ മയോണീസ് ഉണ്ടാക്കി കേട്ടോ. അത് നമുക്ക് സുർക്ക വേണം, കുറച്ച് സുർക്ക 2-3 മുട്ട ഇട്ട്, മുട്ടൻ്റെ വൈറ്റ് മാത്രം നമ്മൾ യൂസ് ചെയ്തു. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, മുട്ടൻ്റെ വൈറ്റ് എടുക്കുക. ഇത് മുടൻ്റെ വൈറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, മഞ്ഞ നമ്മൾ ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ നമുക്കത് ഈ ബ്രോസ്റ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടല്ലോ ആ മിക്സിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അത് പൊരിച്ചിനെ തിന്നാം കേട്ടോ. ഞങ്ങളിവിടെ പൊരിച്ച് തിന്നാ ചെയ്തത്. പിന്നെ 2 വെളുത്തുള്ളി ഇട്ടു, പിന്നെ സൺഫ്ലവർ ഓയിലായിട്ട് ഒഴിച്ചത്. എന്നിട്ട് നല്ല ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ ആർക്കും പറഞ്ഞു തരണ്ടല്ലോ അല്ലേ. പിന്നെ നമ്മൾ ബ്രോസ്റ്റ് കോരി എടുക്കുക ചെയ്തത്. അത് പിന്നെ നമ്മളിത് ഫസ്റ്റ് ട്രിപ്പ് കോരി എടുത്തത് നമ്മൾ വീഡിയോ എടുക്കാൻ മറന്നു പോയപ്പോൾ ലാസ്റ്റത്തെ എടുത്തിട്ടോ. പിന്നെ മയോണീസ് ഉണ്ടാക്കി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ല ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കൺസിസ്റ്റൻസി ആയി കിട്ടില്ല. അതൊക്കെ എടുക്കാൻ മറന്നു പോയത്. ലാസ്റ്റ് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് മയോണൈസ്. ബാക്കിയുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു പോയത് കേട്ടോ. അപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇനി പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രോസ്റ്റൊക്കെ ഇട്ടു, എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ. ബ്രോസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്, ഞാൻ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്, ആരും ഒന്നും പറഞ്ഞിട്ടില്ല, കുറ്റങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അപ്പോൾ നല്ല അടിപൊളി ആയിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഇതാണ് നമ്മളെ ലാസ്റ്റ്. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ അടിപൊളി ടേസ്റ്റ്.